എല്ലാവർക്കും നമസ്കാരം. ആരോഗ്യ മേഖലയിലെ പ്രധാനപ്പെട്ട പദ്ധതികളെക്കുറിച്ച് നോക്കാം. സ്നേഹാരാമം പദ്ധതി 2024 വേൾഡ് റെക്കോർഡ് യൂണിയൻ്റെ അംഗീകാരം ലഭിച്ച പദ്ധതിയാണ് സ്നേഹാരാമം. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി NSS യൂണിറ്റും ശുചിത്വ മിഷനും സംയുക്തമായി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് സ്നേഹാരാമം. വൃത്തിഹീനമായിട്ടുള്ള പൊതുസ്ഥലങ്ങൾ ഏറ്റെടുത്ത് ശുചീകരിച്ച് അവിടെ പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ കേരള സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുചിത്വ പദ്ധതിയിൽ ഒന്നാണ്. പരിസ്ഥിതി സംരക്ഷണവും പൊതുസ്ഥലങ്ങളുടെ സൗന്ദര്യവൽക്കരണവുമാണ് ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കി വരുന്നത്. അടുത്തതായി സഹജീവനം സ്നേഹഗ്രാമം. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസത്തിനായി സാമൂഹ്യനീതി വകുപ്പ് രൂപകൽപ്പന ചെയ്ത മാതൃകാ ഗ്രാമമാണ് സഹജീവനം സ്നേഹഗ്രാമം. കേരളത്തിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർ ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല കാസർഗോഡാണ്. കേരളത്തിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർ ഏറ്റവും കൂടുതൽ കാസർഗോഡ് ജില്ലയിൽ ആണ് ഉള്ളത്. എൻഡോസൾഫാൻ കീടനാശിനിയുടെ ഉപയോഗം മൂലമുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും അവർക്കാവശ്യമായിട്ടുള്ള പരിചരണം ഉറപ്പാക്കുകയുമാണ് സഹജീവനം സ്നേഹഗ്രാമം എന്ന പദ്ധതിയുടെ ലക്ഷ്യം. മൂന്നാമതായി കെയർ. കേരള എഗെയിൻസ്റ്റ് റെയർ ഡിസീസസ് എന്നതാണ് കെയറിൻ്റെ പൂർണ്ണരൂപം. KARE. അപൂർവ രോഗങ്ങൾ ബാധിച്ചവർക്കായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ആരോഗ്യ പദ്ധതിയാണ് KARE കെയർ, അതായത് കേരള എഗെയിൻസ്റ്റ് റെയർ ഡിസീസസ്. ഇത്തരമൊരു പദ്ധതി രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് കേരളത്തിൽ ആരംഭിച്ചത്. കെയർ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നോക്കാം. അപൂർവ രോഗങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തുക, രോഗികൾക്ക് കൃത്യമായ ചികിത്സ ലഭ്യമാക്കുക, ആവശ്യമായ മരുന്നുകളും വിവിധ തെറാപ്പികളും സൗജന്യമായി നൽകുക, സാങ്കേതിക സഹായ ഉപകരണങ്ങൾ ലഭ്യമാക്കുക, രോഗികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. അതൊക്കെയാണ് കെയർ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇന്ത്യയിൽ അപൂർവ രോഗങ്ങൾക്കായി പ്രത്യേക ദേശീയ നയം നാഷണൽ പോളിസി ഫോർ റെയർ ഡിസീസും നിലവിൽ ഉണ്ട്. ജനിതക രോഗങ്ങൾ ഉൾപ്പെടെ നിരവധി അപൂർവ രോഗങ്ങൾ ഈ പദ്ധതിയുടെ പരിധിയിൽ വരുന്നു. അടുത്തതായി സ്നേഹഹസ്തം പദ്ധതി. സ്നേഹഹസ്തം പദ്ധതി ആദിവാസി വിഭാഗങ്ങൾക്ക് അടിയന്തര വൈദ്യസഹായവും ആരോഗ്യ പരിരക്ഷയും ലഭ്യമാക്കാനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ്. ആധുനിക ആരോഗ്യ സേവനങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിവാസി മേഖലയിലേക്ക് കൂടെ നേരിട്ടെത്തിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നോക്ക പ്രദേശങ്ങളിലെ ആരോഗ്യരംഗത്തുള്ള അസമത്വങ്ങൾ കുറയ്ക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു. സ്നേഹഹസ്തം പദ്ധതിയാണ് ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി വന്നതാണ്. അടുത്തതായി വാട്ടർ ബെൽ സംവിധാനം. വാട്ടർ ബെൽ സംവിധാനം എന്തിനാണ്? സ്കൂൾ വിദ്യാർത്ഥികളിൽ നിർജ്ജലീകരണം ഡീഹൈഡ്രേഷൻ തടയുന്നതിനായിട്ട് കേരള സർക്കാർ സ്കൂളിൽ ആരംഭിച്ച പ്രത്യേക സംവിധാനമാണ് വാട്ടർ ബെൽ. കുട്ടികൾ കൃത്യമായ ഇടവേളയിൽ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സ്കൂളിൽ നിശ്ചിത സമയങ്ങളിൽ പ്രത്യേക ബെൽ മുഴക്കി കുട്ടികളെ വെള്ളം കുടിക്കാൻ ഓർമ്മിപ്പിക്കുന്നു. വേനൽക്കാലത്തുണ്ടാകുന്ന വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ ഈ സംവിധാനം സഹായിക്കുന്നു. വാട്ടർ ബെൽ പദ്ധതി സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തതായി ആശ്വാസ് പദ്ധതി. ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ സുരക്ഷിതമായിട്ടുള്ള താമസ സൗകര്യം ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് ആശ്വാസ്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കായിട്ട് മിതമായ നിരക്കിൽ സുരക്ഷിതമായ താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് ആശ്വാസ്. ഈ പദ്ധതി ആദ്യമായി നിലവിൽ വന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്നും നിർധനരായ കുടുംബങ്ങളിൽ നിന്നും ചികിത്സയ്ക്കായി എത്തുന്ന രോഗികളുടെ ബന്ധുക്കൾക്ക് ഇത് ഏറെ ആശ്വാസകരമാണ്. അടുത്തതായി സുഹൃതം
ശുചിത്വം മാലിന്യമുക്ത വിദ്യാലയം. സുഹൃതം ശുചിത്വം മാലിന്യമുക്ത വിദ്യാലയം എന്ന പദ്ധതി വിദ്യാർത്ഥികളിൽ ചെറുപ്പം മുതലേ മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള ഉത്തരവാദിത്വ ബോധം വളർത്താനായിട്ട് ആരംഭിച്ച ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത് തിരുവനന്തപുരം ജില്ലയിലെ കന്യാകുളങ്ങര നെടുവേലി GHSSലാണ്. ബഹുമാനപ്പെട്ട മന്ത്രി GR അനിൽ ആണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. വിദ്യാലയങ്ങളിൽ സുസ്ഥിരമായിട്ടുള്ള ശുചിത്വ സംസ്കാരം വളർത്തിയെടുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മാലിന്യങ്ങൾ കൃത്യമായി വേർതിരിക്കൽ, പുനരുപയോഗം, റീസൈക്ലിംഗ് ചെയ്യുക എന്നിവ വിദ്യാർത്ഥികളിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നു. അടുത്തതായി അശ്വമേധം ക്യാമ്പയിനെ കുറിച്ച് നോക്കാം. കുഷ്ഠരോഗബാധിതരെ, അതായത് ലെപ്രസി ബാധിച്ചവരെ മുൻകൂട്ടി കണ്ടെത്തി അവർക്ക് കൃത്യമായ ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ക്യാമ്പയിനാണ് അശ്വമേധം. അശ്വമേധം പദ്ധതി ലെപ്രസി ബാധിതർക്ക്, കുഷ്ഠരോഗബാധിതരെ നേരിട്ട് മുൻകൂട്ടി കണ്ടെത്തി അവർക്ക് കൃത്യമായ ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ക്യാമ്പയിനാണ്. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായി ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന സവിശേഷകരമായിട്ടുള്ള ഒരു ആരോഗ്യ പരിപാടിയാണിത്. രോഗത്തെക്കുറിച്ചുള്ള സമൂഹത്തിലെ തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും ഇല്ലാതാക്കാനും ബോധവൽക്കരണം നടത്താനും പദ്ധതി ലക്ഷ്യമിടുന്നു. തുടക്കത്തിലേ കണ്ടെത്തിയാൽ കുഷ്ഠരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായി കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം. കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ്. കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്താൻ ലക്ഷ്യമിട്ട ഒരു ബൃഹത്തായ പദ്ധതിയാണ് കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം. ലോക ബാങ്കിൻ്റെ 2424.28 കോടി രൂപയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്: പൊതുജനാരോഗ്യ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, ജനങ്ങൾക്ക് ഉയർന്ന ജീവിത നിലവാരം ഉറപ്പാക്കുക, ശരാശരി ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുക, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അതായത് PHC മുതൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ വരെയുള്ള ആരോഗ്യ സ്ഥാപനങ്ങളെ ആധുനികവൽക്കരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലായിട്ട് വരുന്നത്. അടുത്തതായി ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പദ്ധതി. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ക്യാൻസർ രോഗപ്രതിരോധത്തിനും കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പദ്ധതി. ഈ ക്യാമ്പയിൻ ഔദ്യോഗികമായിട്ടുള്ള ഗുഡ്വിൽ അംബാസഡറായിട്ടുള്ള പ്രശസ്ത ചലച്ചിത്ര താരം മഞ്ജു വാര്യറാണ്. ഈ ഒരു നമ്മൾ പറഞ്ഞില്ലേ, ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം എന്ന പദ്ധതിയുടെ ആ ഒരു ക്യാമ്പയിൻ്റെ ഔദ്യോഗിക ഗുഡ്വിൽ അംബാസഡർ പ്രശസ്ത ചലച്ചിത്ര താരം മഞ്ജു വാര്യറാണ്. ക്യാൻസർ രോഗം പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തുന്നതിനായിട്ട് സംസ്ഥാന വ്യാപകമായിട്ട് സ്ക്രീനിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. രോഗപ്രതിരോധത്തിനായി ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലിയും ഭക്ഷണ രീതികളും ജനങ്ങൾക്കിടയിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതെല്ലാം ലക്ഷ്യങ്ങളായിട്ട് വരുന്നു. അടുത്തതായി എൻ പ്രൗഡ് പദ്ധതിയുടെ പൂർണ്ണ രൂപം എന്താണ്? ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എന്നാണ്. ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എന്നതാണ് എൻ പ്രൗഡിൻ്റെ പൂർണ്ണരൂപം. വീടുകളിലും മറ്റും ബാക്കി വരുന്ന കാലഹരണപ്പെട്ടതും എക്സ്പയർഡായിട്ടും ഉപയോഗശൂന്യവുമായിട്ടുള്ള മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എൻ പ്രൗഡ്. ഇന്ത്യയിൽ സർക്കാർ തലത്തിൽ ഇത്തരമൊരു പദ്ധതി ആദ്യമായാണ് ഒരു സംസ്ഥാനത്ത് ആരംഭിക്കുന്നത്. ഈ പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ ആദ്യം നടപ്പിലാക്കിയത് കോഴിക്കോട് ജില്ലയിലാണ്. എൻ പ്രൗഡ് പദ്ധതി പൈലറ്റായി ആദ്യമായി നടപ്പിലാക്കിയത് കോഴിക്കോട് ജില്ലയിലാണ്. ഉപയോഗശൂന്യമായിട്ടുള്ള മരുന്നുകൾ പൊതുസ്ഥലങ്ങളിലും പരിസ്ഥിതിയിലും അലക്ഷ്യമായി വലിച്ചെറിയുന്നത് തടയുകയാണ്
ഈ പദ്ധതിയുടെ ലക്ഷ്യം മരുന്ന് മാലിന്യങ്ങൾ മൂലമുണ്ടാകുന്ന ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. അടുത്തതായി നമുക്ക് ഇപ്പം പഠിച്ചതിനെ പറ്റിയുള്ള ഒരു ക്വിക്ക് റിവിഷൻ ആയിക്കോട്ടെ. പെട്ടെന്ന് തന്നെ എല്ലാ പദ്ധതിയും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോക്കാം. ഓർമ്മയുണ്ടോ എന്ന് നോക്കാം. സ്നേഹാരാമം വേൾഡ് റെക്കോർഡ്സ് യൂണിയൻ്റെ അംഗീകാരം എന്നാണ് കിട്ടിയത്? 2024. ശുചിത്വ പൂന്തോട്ട നിർമ്മാണമൊക്കെയാണ് സ്നേഹാരാമം പദ്ധതിയിൽ വരുന്നത്. സഹജീവനം സ്നേഹഗ്രാമം എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസ ഗ്രാമമാണ്. ആ ഒരു പദ്ധതിയാണ് സ്നേഹജീവനം സ്നേഹഗ്രാമം. കേരളത്തിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർ ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല കാസർഗോഡ് ജില്ലയാണ്. അടുത്തതായി കെയറിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? കേരള അഗെയിൻസ്റ്റ് റെയർ ഡിസീസസ്, അപൂർവ രോഗങ്ങൾക്കായിട്ടുള്ള ഒരു സമഗ്ര പദ്ധതിയാണ് കെയർ. അടുത്തതായി സ്നേഹഹസ്തം, അത് ആദിവാസി മേഖലയിലുള്ള പ്രത്യേക ആരോഗ്യ പദ്ധതിയാണ്. ആദിവാസി മേഖലകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ആരോഗ്യ പദ്ധതിയാണ് സ്നേഹഹസ്തം. വാട്ടർ ബെൽ എവിടത്തേക്കാണ്? സ്കൂൾ വിദ്യാർത്ഥികളിലെ നിർജ്ജലീകരണം ഡീഹൈഡ്രേഷൻ തടയാൻ വേണ്ടിയുള്ള സംവിധാനമാണ് വാട്ടർ ബെൽ. ആശ്വാസ് പദ്ധതിയോ? രോഗിയുടെ കൂട്ടിരിപ്പുകാർക്കായിട്ടുള്ള താമസ സൗകര്യം കൊടുക്കുന്നതാണ് ആശ്വാസ് പദ്ധതി. ഈ ഒരു ആശ്വാസ് പദ്ധതി ആദ്യം നടപ്പിലാക്കിയത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. സുഹൃതം പദ്ധതി സ്കൂളിൽ മാലിന്യമുക്ത ശുചിത്വ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് സുഹൃതം. ഇത് ഉദ്ഘാടനം ചെയ്തത് നെടുവേലി GHSS തിരുവനന്തപുരമാണ്. അശ്വമേധം പദ്ധതിയോ? കുഷ്ഠരോഗ നിർണയത്തിനും ബോധവൽക്കരണത്തിനുമായിട്ടുള്ള ഒരു പ്രത്യേക ക്യാമ്പയിനാണ് അശ്വമേധം. കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം ലോക ബാങ്കിൻ്റെ സഹായത്തോടു കൂടി വന്നതാണ് ഈ ഒരു പദ്ധതി. 2424.28 കോടി രൂപയാണ് ഇതിന് കിട്ടിയ സഹായം. ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം എന്ന പദ്ധതി ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ പദ്ധതിയാണ്. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പദ്ധതി ക്യാൻസറിൻ്റെ പ്രതിരോധ ക്യാമ്പയിനാണ്. ഇതിൻ്റെ ഗുഡ്വിൽ അംബാസഡർ മഞ്ജു വാര്യറാണ്. എൻ പ്രൗഡ് പദ്ധതി എന്തിനാണ്? ഉപയോഗശൂന്യമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിക്കുന്ന ഒരു പദ്ധതിയാണ് എൻ പ്രൗഡ്. ഇത് ആദ്യമായി പൈലറ്റ് പദ്ധതിയായിട്ട് ആദ്യമായി നടപ്പിലാക്കിയത് കോഴിക്കോട് ജില്ലയിലാണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഈ ഒരു ചെറിയ ടോപ്പിക് വൈസ് വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി നിങ്ങൾക്ക് വേണ്ടുന്ന ടോപ്പിക്സും ഒക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുതേ. ഇതുപോലുള്ള കൂടുതൽ PSC റിലേറ്റഡ് ടോപ്പിക് വൈസ് വീഡിയോസിനും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും ഒക്കെയായി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.